ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഇറാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യ അടി എവിടെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യത്തിലും തീരുമാനമായി. എന്താണ് ഇപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത്? അതായത് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നതാണ് വാർത്ത. അതിന് തൊട്ടു പിന്നാലെ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത് അമേരിക്കയോടൊപ്പം തന്നെ മറ്റു ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നതാണ്. പ്രത്യേകിച്ച് എണ്ണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളുടെയും അടിസ്ഥാനം അവരുടെ വികസനമാണെങ്കിലും അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളുമാണ്. ഈ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ രാജ്യത്തുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മേഖലകളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നിന്നാണ് ഈ എണ്ണ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇതിന്റെ പ്രത്യാക്രമണം ഏത് രീതിയിലാണ് എന്നതാണ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആയത്തുള്ള അൽ ഖമനേയിയുടെ അനുയായി ഖമനേയി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കരുതേണ്ടി വരും. അദ്ദേഹത്തിന്റെ അനുയായി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യഘട്ടത്തിൽ ബഹ്റിനിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ടല്ലോ, അവിടത്തേക്ക് മിസൈൽ അയക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം കൊടുത്തു എന്ന് CNN ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാൻ ഈ പറയുന്ന സൈനിക താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തും. ബഹ്റിൻ നമുക്കറിയാം, ആ രാഷ്ട്രം നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഘട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ വരാം. കാരണം ബഹ്റൈനെ ആക്രമിച്ചു എന്നുള്ളത് അമേരിക്കയുടെ സൈനിക താവളമാണെങ്കിൽ പോലും ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്താണുള്ളത്. സ്വാഭാവികമായിട്ടും ആക്രമണം അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാന് നേരെയുള്ള ആക്രമണം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വരും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്ക് പ്രധാനമായിട്ടും US, UK, ഫ്രഞ്ച് അങ്ങനെയൊക്കെയുള്ള എണ്ണ കൊണ്ടുപോകുന്ന കടലിടുക്കാണ്. അത് അടയ്ക്കാനുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എണ്ണയുടെ ബേസ് ചെയ്തിട്ട് ഒരു ലോകത്തെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ലോകത്തിന് ഒരു ഭീഷണി സൃഷ്ടിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ പെരുമാറ്റം വരുന്നത്. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ച് ഈ രീതിയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ വരുന്നതെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ ഒറ്റപ്പെട്ടില്ല. അവിടെ അമേരിക്ക കൈയും കെട്ടി നിൽക്കില്ല, അത് ഉറപ്പാണ്. കാര്യം ട്രംപ് അയാളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ശക്തമായ ആക്രമണം ഇറാനിൽ നടത്തി. ആ നടത്തിയത് രണ്ട് ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ്. കാരണം ഇനി അതായത് ഇതോടുകൂടി അവിടെ സമാധാന അന്തരീക്ഷം വരണം, യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാവണം, അവരെ അതിനെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് ഇറാൻ അടങ്ങുന്നില്ല എങ്കിൽ ഇപ്പോൾ B-2 ബോംബർ വിമാനങ്ങൾ അവിടെ ചെന്നിട്ടാണ് ഈ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ, അതായത് മറ്റേ ഫോർദോയിലെ ആണവ കേന്ദ്രം, അത് ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ റിയാക്ടർ അടക്കം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ട് ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അടങ്ങുന്നില്ല എങ്കിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇതിനോടകം തന്നെ അമേരിക്ക വലിയൊരു വിമാന വ്യൂഹത്തെ ആ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള യുദ്ധവിമാനങ്ങൾ, അതായത് F-16, F-22, F-35. F-35 എന്ന് പറഞ്ഞാൽ ഈ B-2 ബോംബർ വിമാനങ്ങളുടെ സമാന സ്വഭാവമുള്ള വിമാനങ്ങളാണ്, സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ. ഇറാൻ മഷീനിട്ട് നോക്കിയാൽ കാണത്തില്ല ആ വിമാനങ്ങളെ. അപ്പോൾ ആ അത്തരം വിമാനങ്ങളും മറ്റേ ടാങ്കർ വിമാനങ്ങളും കൂടെയുണ്ട്. അതായത് ഈ യുദ്ധവിമാനങ്ങൾക്ക് ഏറെക്കുറെ ഒറ്റ സ്ട്രെച്ചിൽ പോയി തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. എന്നാൽ ടാങ്കർ വിമാനങ്ങളും കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പട അങ്ങോട്ട് നീങ്ങുന്നു, മറ്റേ വിമാനവാഹിനി കപ്പൽ അങ്ങോട്ട് നീങ്ങുന്നു. ഇനി 40,000 സൈനികരെയാണ് ഇതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. വിവിധ സൈനിക താവളങ്ങളിലായിട്ട് 40,000 സൈനികരെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ ഇനി ഇറാനിൽ നേരിട്ട് പോയി ഇറങ്ങി ഉള്ള ഗ്രൗണ്ട് ഓപ്പറേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ നമ്മൾ ഇറാഖിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക പോകും. അത് നമ്മൾ ഇന്നത്തെ കാലത്ത്, ഈ വർത്തമാന കാലത്ത് അത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുന്നത് നമുക്ക് കണ്ടു നിൽക്കാനൊക്കില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതം നമ്മളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ബുദ്ധിമോശം ഇറാൻ ഇനി ചെയ്യില്ല. കാര്യം അവർ ഇതുവരെ അതായത് ഒരു വൻ ശക്തി രാജ്യത്തോട് മല്ലിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിപരമല്ല. അവരോട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വിഭവങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ജനതയെ സംരക്ഷിക്കാനും വേണ്ടിയിരുന്നത്. പകരം ഒരു വെല്ലുവിളിയുടെ ഭാഷയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതൊരു യുദ്ധതന്ത്രത്തിന് നിരക്കുന്ന സമീപനമല്ല. പക്ഷേ എന്തോ ഒരു വാശിപ്പുറത്തോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഇവരെ എത്ര വലിയ ആയുധങ്ങൾ വന്നാലും അവരെ നേരിടാൻ തക്ക മാരകായുധം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന അമിത ആത്മവിശ്വാസത്തിൻ്റെ പുറത്തോ മറ്റോ ആയിരിക്കണം ഇറാൻ ഇത്തരത്തിൽ വഴങ്ങാതെ നിന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഏതാണ്ട്
ഒരു ചവറ് കൂമ്പാരമായിട്ടുണ്ട് തെഹ്റാൻ നഗരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു തിരിച്ചടിക്ക് ഇറാൻ നിൽക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരം എന്ന് തന്നെ പറയാനൊക്കെ ഉള്ളൂ. ഏതായാലും അവർ ഇത്തരത്തിൽ ഈ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കുകയോ അമേരിക്കയുടെ എംബസി ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സമീപനം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി അമേരിക്കയുടെ മറ്റ് കോൺസുലേറ്റുകൾ പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ ഇറാൻ എന്ന് പറയുന്നത് ഒരുപാട് ഭീകര സംഘടനകളെ ആയുധം കൊണ്ടും പണം കൊണ്ടും സഹായിച്ച് പോഷിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹൂത്തികളോ ഈ പറയുന്ന പോലെ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഹമാസ് ഈ സംഘടനകളോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടാണ് നടന്നതെങ്കിൽ ഇനി തൃശ്ശൂർ പൂരം അരങ്ങേറുന്ന ഒരു സ്വാഭാവികമായിട്ടും അമേരിക്ക അടിച്ചതിന് തിരിച്ചടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഇറാന് അതിന് മാത്രമുള്ള ശക്തി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അവർ ഇടയ്ക്കൊരു വീഡിയോ പുറത്തുവിട്ടു എന്ന് പറഞ്ഞില്ലേ? അതെ അതെ അതെ, അവരുടെ ഒളിത്താവളത്തിൽ. അതായത് ഇറാന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്ന അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളിലാണ്. അതായത് ദീർഘദൂര ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്നൊക്കെ പറയാം. ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനങ്ങളിലെത്താം. പക്ഷേ അത് എത്രത്തോളം അത് മുൻപ് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അവർ പുറത്തുവിട്ടത്. ഇപ്പോൾ അതിൻ്റെ നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വീഡിയോ യാഥാർത്ഥ്യമാണെങ്കിൽ ഇപ്പോഴും ആ ഒരു മിസൈൽ ശേഖരം അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഭയക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇസ്രയേൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം 480 മിസൈലുകൾ മാത്രമേ ഇറാൻ്റെ അവിടെ ചെന്നിട്ടുള്ളൂ. അതിൻ്റെ 4-5 ഇരട്ടി മിസൈലുകൾ ഇറാൻ്റെ കയ്യിൽ കരുതൽ ശേഖരമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ വലിയ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇറാൻ ഈ ബഹ്റിനിലെ US-ന്റെ സൈനിക താവളം ആക്രമിക്കുക ആ ഒരു രീതിയിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞൊരു മണ്ടത്തരല്ലേ? ഉറപ്പായിട്ടും. കാര്യം എന്താ വെച്ചാൽ ഈ 19 സൈനിക താവളങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ മിഡിൽ ഈസ്റ്റിലുള്ളത്. അപ്പോൾ ഒരു സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തുകയാൽ മറ്റ് സൈനിക താവളങ്ങൾ വെറുതെ ഇരിക്കില്ലല്ലോ. അവർക്ക് അമേരിക്കയിൽ നിന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തൊട്ടടുത്ത് തന്നെയുണ്ട് അമേരിക്കയുടെ സൈനിക വ്യൂഹം, തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ കയറി അടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ഒരു ആശങ്ക ഇപ്പോൾ ഇക്കാര്യത്തിലുള്ളത്, ഇപ്പോൾ ഇറാനിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഡെർട്ടി ബോംബ് അതേപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇറാൻ അറ്റകൈക്ക് ആണവ മാലിന്യങ്ങൾ കുത്തിനിറച്ചുള്ള റോക്കറ്റുകളോ മിസൈലുകളോ ഇസ്രയേലിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങളെയോ ലക്ഷ്യമിട്ട് അയക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ലാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇതൊരു 3ാം ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത എവിടെയും കാണുന്നുണ്ടോ? 3ാം ലോകമഹായുദ്ധം നമ്മുടെ ഒരു രാജ്യം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ചൈനയും റഷ്യയും ഇറാന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സർവ്വ പിന്തുണയുമായിട്ട് രംഗത്ത് വരണം. പക്ഷേ ചൈന അതിന് താല്പര്യപ്പെടില്ല. കാര്യം അവർക്ക് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ നഷ്ടപ്പെടാൻ ഇനി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. റഷ്യക്ക് അതിനുള്ള സമ്പത്ത് ഇപ്പോൾ ഇല്ല. ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ അവർക്ക് വലിയൊരു പ്രതിസന്ധി അവരുടെ രാജ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും ഒരു നേരിട്ടുള്ളൊരു യുദ്ധത്തിന് തയ്യാറായി വരില്ല. അതുകൊണ്ട് 3ാം ലോകമഹായുദ്ധം ഉണ്ടാകില്ല. പക്ഷേ ഇറാന് ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ള പിന്തുണ പല രാജ്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കും. അമേരിക്ക കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കണ്ട പോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്.